അത് സിനിമ ചെയ്തതിനൊക്കെ ഇഡി റൈഡ് വരുന്ന കാലഘട്ടമാണേ. സിനിമ ചെയ്തതിനൊക്കെ ഇഡി റൈഡ് വരുന്ന കാലഘട്ടമാണ്. അപ്പൊ ആരെ കുറിച്ച് എന്തൊക്കെ സംസാരിക്കാൻ മനസ്സിലാവുന്നുണ്ടല്ലോ മക്കൾക്ക്. അപ്പൊ സമാധാനമായിട്ട് നിങ്ങളുടെ സാമൂഹിക അവസ്ഥയിൽ എന്തൊക്കെയാണ് നടക്കണമെന്നൊക്കെയുള്ള ബോധമുള്ള ആൾക്കാരെ കേട്ടിരുന്നോളോ. ദയവ് ചെയ്ത് 2 പാട്ട് കൂടി ഞാൻ കുടുംബത്തിൽ പോകണം. പാട്ട് പാടി ഞാൻ കുടുംബത്തിൽ പോകും. നിങ്ങൾ തന്നെ നോക്കിയോളോ. മനസ്സിലാവണ്ട. കോളേജിലൊക്കെ പോണ പിള്ളേരാണ്. ഭയങ്കര പൊളിറ്റിക്കലി അറിവുള്ള പിള്ളേരൊക്കെ ആയിട്ട് വളർന്നോളൂ പ്ലീസ്. കാരണം നിങ്ങൾ മാത്രമുള്ള ഇനി കാരണന്മാരെ പൊട്ടത്തരം കാണിച്ച് നടക്കണാണ്. നമ്മുടെ രാഷ്ട്രീയ സാധനങ്ങളൊക്കെ കാണണല്ലേ നിങ്ങൾ. എല്ലാ ദിവസവും വാർത്തയും ഒക്കെ വായിക്കുന്ന ആൾക്കാരല്ലേ. ഭയങ്കര അറുബോറാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മക്കളെ. നിങ്ങൾ മാത്രം ആകെ ഒരു ഹോപ്പുള്ളോ. ആദ്യമായിട്ട് ഞങ്ങൾക്ക് കാണിക്കാനുള്ളത് ഇതാണ്. തീർച്ചയായിട്ടും വേടന്റെ മുമ്പിൽ നമിക്കാണ്. കാരണം എന്താ അറിയോ, അതേപോലെ രാഷ്ട്രീയ സാഹചര്യം പറയാൻ പേടിക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലേ, സെലിബ്രിറ്റികള്. ഓർക്ക് മുമ്പിൽ എന്തുകൊണ്ടാ വേടം വ്യത്യസ്തനാണ്? വേടം വ്യത്യസ്തനാകുന്നത് അവർക്ക് ആ പൈസ വാങ്ങിട്ട് പോയാൽ മതി. ഇഷ്ടംപോലെ പേരെടുത്ത് പറയണോ? അത് നിങ്ങളും കാണിക്കണം. ഇതുപോലെ സംഘപരിവാറിനെതിരെ സംസാരിക്കാൻ നിങ്ങൾ തയ്യാറാകണം. അത്രയും ആളുകൾ ക്രൗഡ് കൂടിയ ഒരു ഇടത്തിലാണ് പറയണത്. നിങ്ങൾ ശ്രദ്ധിക്കണം. നല്ല രാഷ്ട്രീയ ബോധമുള്ള കുട്ടികളായി വളർന്നു വരണം. നിങ്ങളിലാണ് പ്രതീക്ഷ. വേടനെ പോലെയുള്ള ഇന്നലെ വന്നവർക്ക് മനസ്സിലായി. എന്നിട്ടും ഈ കാരണന്മാരല്ല സിനിമാക്കാർക്ക് ഇപ്പോൾ മനസ്സിലായിട്ടില്ല. അതായത് ഇതെന്താ അറിയോ, കുനിഞ്ഞു നിൽക്കാൻ പറയുമ്പോ മുട്ടിലേണ കുറെ ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഈ വേടനെ കണ്ട് പഠിച്ചോളൂ. വ്യക്തമായിട്ടുള്ള പൊളിറ്റിക്സ് ആണെങ്കിലും ശരി, വ്യക്ത നിലപാടുള്ള വ്യക്തിയാണ്. അതെ. അപ്പൊ വേടനായിരിക്കട്ടെ ഇന്നത്തെ ലൈക്ക്. ഉത്തമരെല്ലാരും കല്ലെറിഞ്ഞ് കല്ലുകൊണ്ട് എന്റെ മുഖം മുറിഞ്ഞ് ആ കല്ലു വെറുക്കി ഞാൻ പാത വിരിച്ചതിൽ വില്ലുവണ്ടി ഏറി പായുമ്പോൾ എന്നോട് തലപ്പാവിനെന്ത് തിളക്കം.